ഹായ് ഓൾ, വെൽക്കം ടു ക്ലാസ് ലേണിംഗ്. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന 9ാം ക്ലാസ്സിലെ മാത്തമാറ്റിക്സിൻ്റെ ചാപ്റ്റേഴ്സാണ്. 5ാമത്തെ ചാപ്റ്റർ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് അഭിന്നക ഗുണനം, ഇറാഷണൽ മൾട്ടിപ്ലിക്കേഷൻ. അപ്പോൾ അതിൽ ഗുണനം എന്ന് പറയുന്ന സെക്ഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തായിരുന്നു. ഡിവിഷൻ സെക്ഷൻ്റെ ക്വസ്റ്റ്യൻസ് അതിൻ്റെ കോൺസെപ്റ്റും തിയറിയും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് ചെയ്യാൻ പോകുന്നത് ഡിവിഷനിൽ കുറച്ച് അൺസോൾവ്ഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതിൻ്റെ സൊല്യൂഷൻസ് ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം വീഡിയോസിലായിട്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, എന്താണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ? പ്രൂവ് ദാറ്റ് √2 + 1 × √2 - 1 = 1. ഓക്കെ, അപ്പോൾ നമുക്ക് നേരത്തെ തന്നിരുന്ന രീതി ഉപയോഗിച്ച് നേരത്തെ നമ്മൾ ഡിവിഷനിൽ നമ്മൾ പഠിച്ച കോൺസെപ്റ്റ് യൂസ് ചെയ്ത് എന്താണ് √2 + 1 × √2 - 1 = 1 ആണെന്ന് തെളിയിക്കുക. ഓക്കെ, ഇനി ഇതുപയോഗിച്ച് എന്ന് പറഞ്ഞിട്ട് നമുക്ക് താഴെ വരുന്നത് അടുത്ത രണ്ട് ക്വസ്റ്റ്യൻസ് ആണ്. അടുത്ത രണ്ട് ക്വസ്റ്റ്യൻസിന്റെ കൂടെ നമുക്ക് എന്ത് ചെയ്യാം. ആദ്യം നമുക്ക് ഇത് തെളിയിക്കാം. √2 + 1 × √2 - 1 = 1 എന്നുള്ള കാര്യം തെളിയിക്കാം. ഓക്കെ, അപ്പൊ അവരോട് എന്താ തന്നിരിക്കുന്നത്? √2 + 1 × √2 - 1. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ മൾട്ടിപ്ലിക്കേഷൻ ഐഡന്റിറ്റീസിൽ ഈ തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടതാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനെന്ത് ചെയ്യാം, അതിൽ പഠിച്ച പോലെ തന്നെ എന്ത് ചെയ്യാം, ഓരോ സമ്മിന്റെ പ്രോഡക്റ്റ് നമ്മൾ പഠിച്ചാണ് അല്ലേ. സമ്മിൽ ഓരോ നമ്പേഴ്സിനെയും മറ്റേ സമ്മിലെ ഓരോ നമ്പേഴ്സുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം എന്നുള്ള കാര്യം. അപ്പോൾ നമുക്കിത് ഓരോന്നായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. √2 × √2 എന്താണ്? √2 × √2 ഇത് ഫസ്റ്റ് ടേം. അടുത്തെന്താണ്? √2 × -1 പ്ലസ് √2 × -1 എന്ന് പറഞ്ഞാൽ അവിടെ നമുക്ക് എന്ത് വരും? -√2 × 1. ഓക്കെ, ഇനി അടുത്ത് 1 × √2 പ്ലസ് ആണ് അവിടെ, +1 × +√2. സോ +1 × √2. അടുത്ത് +1 × -1. അപ്പോൾ എന്താ വരും? -1 × 1. ഓക്കെ, സോ ഈക്വൽ ടു √2 × √2 എന്നാണ്, √2ന്റെ സ്ക്വയർ ആണ്. √2 × √2 എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? √2 × 2. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചോളുക, എന്താണ് റൂട്ടിനകത്ത് ഒരേപോലുള്ള രണ്ട് സംഖ്യകൾ വന്നു കഴിഞ്ഞാൽ ഒരെണ്ണം നമുക്ക് പുറത്തെടുക്കാം അല്ലേ. അപ്പൊ റൂട്ട് പോവും, അത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. -√2 + 1 × √2 √2 -1 × 1 1. സോ ഇവിടെ എന്താണ്? √2 × 2, അതായത് റൂട്ടിനകത്ത് ഒരേപോലുള്ള രണ്ട് സംഖ്യകൾ മൾട്ടിപ്ലൈ ഗുണിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിൽ നിന്ന് ഒരെണ്ണം എന്ത് ചെയ്യാം, പുറത്തെടുക്കാം. സോ അപ്പൊ നമുക്ക് റൂട്ട് പോകും. അപ്പൊ റൂട്ടിനകത്ത് ഇവിടെ രണ്ട് 2 ഉണ്ട്. അപ്പൊ അതിൽ നിന്ന് ഒരു 2 പുറത്തെടുത്താൽ റൂട്ട് പോകും. 2 -√2. ഇവിടെ നോക്കൂ, ഈ -√2 + √2 എന്താവും? ക്യാൻസൽ ആവും. അതായത് എന്താണ്? √2 - √2 പോലെയാണ് അതിന്റെ മീനിങ് വരിക. സോ ഇതിൽ നിന്ന് 2 വന്നു, പിന്നെ ബാക്കി ഇത് രണ്ടും ക്യാൻസൽ ആയി. ബാക്കി നമുക്ക് വരുന്നത് എന്താണ്? -1. 2 - 1 എന്താണ്? 1. സോ ഹെൻസ് വി പ്രൂവ്ഡ് ദിസ്. നമ്മൾ തെളിയിച്ചു. ഇത് ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിൾ ആണ്. ഓക്കെ, അപ്പൊ ഈ ഒരു പ്രിൻസിപ്പിൾ യൂസ് ചെയ്ത് അടുത്ത രണ്ട് സബ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഇതിന്റെ രണ്ട് സബ് ക്വസ്റ്റ്യൻസ് ചെയ്യാനായിട്ട് നമുക്ക് എന്താണെന്ന് നോക്കാം. ഓക്കെ, അപ്പൊ ആദ്യത്തെ സബ് ക്വസ്റ്റ്യൻ ഇതാണ്. കമ്പ്യൂട്ട് 1/√2 - 1 up to 2 decimal places. 1/√2 - 1ന്റെ 2 ദശാംശ സ്ഥാനം വരെ കണക്കാക്കുക എന്നാണ്. അപ്പൊ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള കണക്ക് ഇതാണ്. എന്ത്? 1/√x ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതണമെന്ന് പറഞ്ഞു. 1/√x നമ്മൾ ഇതിന്റെ തിയറി ഡിസ്കസ് ചെയ്ത് പറഞ്ഞു. എന്താണ്? 1/√x × √x. ഈ √x കൊണ്ട് എന്ത് ചെയ്യുക, മുകളിലും താഴെയും ഗുണിക്കുക. അതായത് നമുക്ക് എന്ത് വരും? 1/√x എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം എന്ന് നമ്മൾ ഡയറക്ട്ലി പഠിച്ചു. √x എന്ന് എഴുതാൻ നമ്മൾ പഠിച്ചു. √x/x 1/√x എന്ന് പറഞ്ഞാൽ √x/x എന്ന് എഴുതാൻ പറ്റും എന്ന് നമ്മൾ പഠിച്ചായിരുന്നു. പക്ഷെ ഇവിടെ എന്താണ്? √xന്റെ കൂടെ ഒരു സാധനം കൂടെ കിടപ്പുണ്ടല്ലേ. അപ്പൊ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എഴുതേണ്ട രീതി ഇതാണ്. ശ്രദ്ധിച്ചോളുക. 1/√x + a അല്ലെങ്കിൽ √x - a എന്ത് വന്നാലും എന്താണ്, നമുക്കിവിടെ എന്താണോ ചിഹ്നം വരുന്നത് അതിനെ എന്ത് ചെയ്യാം, അതിന്റെ ഓപ്പോസിറ്റ് ഓപ്പറേഷൻ. ഇപ്പൊ √x + a ആണെങ്കിൽ നമ്മൾ അതിനെ √x - a കൊണ്ട് മുകളിലും താഴെ എന്ത് ചെയ്യുക, ഗുണിക്കുക. ഓക്കെ, ഇവിടെ +a വന്നതുകൊണ്ട് എന്താണ്, ഇവിടെ √x - a √x - a കൊണ്ട് എന്ത് ചെയ്യാം, മൾട്ടിപ്ലൈ ആയി. ഇനി √x - a ആണെന്നെങ്കിലോ നമുക്കിവിടെ ചെയ്യേണ്ടത്, ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് എന്ത് വെച്ചാണ്? √x + a. ഇവിടെ എന്ത് ഓപ്പറേഷൻ ആണെന്ന് അതിന്റെ നേരെ കോൺജുഗേറ്റ്, അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഓപ്പറേഷൻ കൊണ്ട് എന്ത് ചെയ്യണം, മൾട്ടിപ്ലൈ. √x + a. കണ്ടോ, ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇനി a + √x ആയിരുന്നാൽ ഇങ്ങനെയാണ്. a + √x ആയിരുന്നാലും, അതായത്
1 by a plus, okay, 1 by a plus root x വന്നാൽ എന്ത് ചെയ്യും? അതിൻ്റെ കൂടെ ഇൻറ്റു a മൈനസ് റൂട്ട് എക്സ് ചെയ്യണം കേട്ടോ. a മൈനസ് റൂട്ട് എക്സ് ഡിവൈഡ് ബൈ a മൈനസ് റൂട്ട് എക്സ്. ഇനി 1 by a മൈനസ് റൂട്ട് എക്സ് ആണ് വരുന്നതെങ്കിലോ എന്ത് ചെയ്യണം? ഇതിൻ്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യേണ്ട എന്താണ്? a പ്ലസ് റൂട്ട് എക്സ് ഡിവൈഡ് ബൈ a പ്ലസ് റൂട്ട് എക്സ്. ഓക്കെ, ഇതാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു കാര്യം എന്ത് ചെയ്യാം? ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ ഈ ഒരു കാര്യം വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ ഓർത്ത് വെച്ചുകൊണ്ട് നമുക്ക് ഈ പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ തൊട്ട് മുമ്പ് നമ്മൾ എന്താ പറഞ്ഞത്? തൊട്ട് മുമ്പ് പറഞ്ഞത് ഈ 1 by റൂട്ട് എക്സ് മൈനസ് എ എങ്ങനെ എഴുതും? 1 by റൂട്ട് എക്സ് മൈനസ് എ എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? അതിനെ 1 by റൂട്ട് എക്സ് മൈനസ് എ എന്ത് ചെയ്യണം? ഇൻറ്റു റൂട്ട് എക്സ് പ്ലസ് എ ഡിവൈഡ് ബൈ റൂട്ട് എക്സ് പ്ലസ് എ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ 1 by റൂട്ട് 2 മൈനസ് 1നെ നമുക്ക് എങ്ങനെ എഴുതാം? 1 by റൂട്ട് 2 മൈനസ് 1 ഇൻറ്റു റൂട്ട് 2 പ്ലസ് 1 ഡിവൈഡ് ബൈ റൂട്ട് 2 പ്ലസ് 1. അപ്പോൾ ഇതെങ്ങനെ വരും? നമുക്ക് 1 by ഈ നോക്കൂ, ഈ രണ്ട് ഫ്രാക്ഷൻസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ന്യൂമറേറ്റേഴ്സ് പരസ്പരം മൾട്ടിപ്ലൈ ചെയ്യാം, ഡിനോമിനേറ്റേഴ്സ് പരസ്പരം എന്ത് ചെയ്യാം? മൾട്ടിപ്ലൈ ചെയ്യാം അല്ലേ? അംശങ്ങൾ പരസ്പരം മൾട്ടിപ്ലൈ ചെയ്യണം, ഗുണിക്കണം, ഛേദങ്ങൾ പരസ്പരം ഗുണിക്കണം. അതായത് 1 ഇൻറ്റു റൂട്ട് 2 പ്ലസ് 1 ഡിവൈഡഡ് ബൈ റൂട്ട് 2 മൈനസ് 1 ഇൻറ്റു റൂട്ട് 2 പ്ലസ് 1. അപ്പോൾ ഇത് നോക്കിയല്ലോ, 1 ഇൻറ്റു റൂട്ട് 2 പ്ലസ് 1 എന്താണ്? റൂട്ട് 2 പ്ലസ് 1 ആണ്. ഏതൊരു സാധനത്തിനെ 1 കൊണ്ട് ഗുണിച്ചാൽ എന്താണ്? അതേ വാല്യൂന് കിട്ടും. ഇനി റൂട്ട് 2 മൈനസ് 1 ഇൻറ്റു റൂട്ട് 2 പ്ലസ് 1 എന്താണ്? നമ്മളിത് അതിനാണ് ആദ്യം നോക്കി. റൂട്ട് 2 പ്ലസ് 1 ഇൻറ്റു റൂട്ട് 2 മൈനസ് 1 എന്താണ്? ഇതിന്റെ വാല്യൂ 1 ആണ്. 1 ആണ് വരിക. അതായത് അത് ശരിക്കും എങ്ങനെ വരുന്നത് വെച്ചാൽ ഇത് നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു ഐഡന്റിറ്റിയാണ്. എന്ത്? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. എന്താണ് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഈക്വൾ ടു എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. ഈ ഐഡന്റിറ്റി നിങ്ങൾക്ക് അറിയേണ്ടതാണ്. അങ്ങനെയെങ്കിൽ അത് യൂസ് ചെയ്ത് നമുക്ക് ഇവിടെ ഇതിനെ എങ്ങനെ എഴുതാം? റൂട്ട് 2 മൈനസ് 1 ഇൻറ്റു റൂട്ട് 2 പ്ലസ് 1 നമുക്ക് എങ്ങനെ എഴുതാം? റൂട്ട് 2 സ്ക്വയർ മൈനസ് 1 സ്ക്വയർ. അതായത് റൂട്ട് 2 പ്ലസ് 1 ഡിവൈഡ് ബൈ, നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇതിന്റെ വാല്യൂ എഴുതാം. എന്താണ്? 1 ആണ്. അല്ല, ഇത് ചെയ്താലും എന്ത് കിട്ടും? നമുക്ക് 1 തന്നെ കിട്ടും. റൂട്ട് 2ന്റെ സ്ക്വയർ എന്താ? 2 ആണ്. റൂട്ട് 2ന്റെ സ്ക്വയർ 2 ആണ്. 1ന്റെ സ്ക്വയർ എന്താ? 1 ആണ്. 2 മൈനസ് 1 എന്താണ്? 1 ആണ് നമുക്ക് കിട്ടുക. ഈ ഡിനോമിനേറ്ററിൽ റൂട്ട് 2ന്റെ സ്ക്വയർ 2, 1ന്റെ സ്ക്വയർ 1. സോ 1 ആണ് നമുക്ക് ഡിനോമിനേറ്റർ കിട്ടുക. സോ റൂട്ട് 2 പ്ലസ് 1 ഡിവൈഡ് ബൈ 1. അതായത് റൂട്ട് 2ന്റെ വാല്യൂ റൂട്ട് 2 പ്ലസ് 1 എന്നാണ് നമുക്ക് കിട്ടുക. റൂട്ട് 2ന്റെ വാല്യൂ എന്താണ്? 2 ദശാംശ സ്ഥാനം വരെയല്ലേ വേണ്ടത്? അപ്പോൾ 1.41 പ്ലസ് 1. അപ്പോൾ എന്ത് കിട്ടും? 2.41 ആണ് ഇതിന്റെ ആൻസർ കേട്ടോ. 2 ദശാംശ സ്ഥാനം വരെ മതി. അപ്പോൾ ഇതിന്റെ ആൻസർ എന്താണ്? 2.41. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? വളരെ പെട്ടെന്ന്, വളരെ ഈസി ആയിട്ട് അടുത്ത ക്വസ്റ്റ്യൻ കൂടി ചെയ്യാം. നോക്കൂ, ഇതെങ്ങനെ എഴുതും? 1 by റൂട്ട് 2 പ്ലസ് 1 ആണ്. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 1 by റൂട്ട് 2 പ്ലസ് 1 ഇൻറ്റു റൂട്ട് 2 മൈനസ് 1 ഡിവൈഡ് ബൈ റൂട്ട് 2 മൈനസ് 1. അപ്പോൾ എന്ത് കിട്ടും? 1 ഇൻറ്റു, ഇപ്പൊ ന്യൂമറേറ്റേഴ്സിന് മൾട്ടിപ്ലൈ ന്യൂമറേറ്റർ എഴുതുക. സോ 1 ഇൻറ്റു റൂട്ട് 2 മൈനസ് 1 ഡിവൈഡഡ് ബൈ റൂട്ട് 2 പ്ലസ് 1 ഇൻറ്റു റൂട്ട് 2 മൈനസ് 1. നമുക്കറിയാം എന്താണ്? റൂട്ട് 2 പ്ലസ് 1 ഇൻറ്റു റൂട്ട് 2 മൈനസ് 1 എന്താണ്? നേരത്തെ പഠിച്ച പോലെ നമ്മൾ ഇതിൽ ചെയ്താണെന്ത്? ദാറ്റ് ഈസ് 1 ആണ് അതിന്റെ ആൻസർ. ഇതിൽ ചെയ്തിട്ടുള്ളത് നമുക്ക് ഡയറക്റ്റ് എഴുതാം. 1 ഇൻറ്റു റൂട്ട് 2 മൈനസ് 1 എന്താണ്? റൂട്ട് 2 മൈനസ് 1. 1 കൊണ്ട് ഏതിനെ മൾട്ടിപ്ലൈ ചെയ്താൽ അതേ വാല്യൂ കിട്ടും. ഡിവൈഡ് ബൈ ഇതിന്റെ വാല്യൂ എന്താണ്? 1. അപ്പോൾ ഇത് അറിയാത്തവർ എന്ത് ചെയ്യണം? ഇപ്പൊ കണക്ക് ഈ ക്വസ്റ്റ്യൻ കംപ്ലീറ്റഡ്, അതായത് ആദ്യത്തെ സെക്ഷനിൽ ഇതിന്റെ വാല്യൂ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ആ 1 ഡയറക്റ്റ് ആയിട്ട് കൊടുക്കാം. ഇനി ഇതിന്റെ വാല്യൂ നേരത്തെ കണ്ടുപിടിച്ചിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യണം? ഈ ഡിനോമിനേറ്റർ നമുക്ക് ഇങ്ങനെ എഴുതാമല്ലോ. എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഫോമിൽ നടക്കുന്നത്. ഓക്കെ, എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഫോമിൽ നടക്കുന്നത്. സോ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. അപ്പോൾ അങ്ങനെയാണ് റൂട്ട് 2 ഹോൾ സ്ക്വയർ മൈനസ് 1 സ്ക്വയർ. എന്ത് വരും? നേരത്തെ പറഞ്ഞാൽ 2 മൈനസ് 1 വരും. എന്താ? 1 ആണ് അതിന്റെ ആൻസർ. സോ 1. സോ റൂട്ട് 2ന്റെ വാല്യൂ എന്താണ്? 1.41. 2 ഡെസിമൽ പ്ലേസ് മതി അല്ലേ? അതിൽ നിന്ന് 1 സബ്ട്രാക്ട് ചെയ്യാം. സോ ആൻസർ എന്ത് കിട്ടും? സോ വാട്ട് ഇസ് റൂട്ട് 2 മൈനസ് 1 ബൈ 1? റൂട്ട് 2 മൈനസ് 1 ആണ്. സോ അതുകൊണ്ടാണ് റൂട്ട് 2ന്റെ വാല്യൂ 1.41 കൊടുത്തു, മൈനസ് 1 കൊടുത്തു. സോ ദ ആൻസർ ഈസ് 0.41. 0.41 ആണ് ഇതിന്റെ ആൻസർ വരിക. ഓക്കെ, അപ്പോൾ ഇതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ.
നമുക്ക് ബാക്കി ക്വസ്റ്റ്യൻസ് വരുന്ന വീഡിയോസിലായിട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന ഒരുപാട് പേരുണ്ട്, ഒരു ക്ലിക്ക് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. ഓക്കെ, അപ്പോൾ ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.